ഐസ്ക്രീം ഏജൻസിയുടെ ഉടമ ദിവ്യ പതിവ് പോലെ ഇന്നലെയും ഐസ്ക്രീം വിതരണത്തിനായി പുറത്തുപോയതായിരുന്നു. വിതരണം കഴിഞ്ഞ് വൈകിട്ട് 6:45ഓടെയാണ് തിരിച്ചെത്തിയത്. തിരിച്ചെത്തിയപ്പോൾ കണ്ടതാകട്ടെ ഫ്രീസറിൽ ഉണ്ടായിരുന്ന മുഴുവൻ ഐസ്ക്രീമുകളും അലിഞ്ഞ് നശിച്ച നിലയിലും. വൈദ്യുതി ഇല്ലാത്തത് പരിശോധിച്ചപ്പോഴാണ് ഫ്യൂസ് ഊരിയ നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് രാത്രി മുഴുവൻ ജനറേറ്ററിൽ ഫ്രീസർ പ്രവർത്തിപ്പിച്ചു. KSEB അധികൃതരെ വിവരമറിയിച്ചെങ്കിലും ഇന്ന് രാവിലെ എത്തിയാണ് വൈദ്യുതി പുനഃസ്ഥാപിച്ച് നൽകിയതെന്ന് ദിവ്യ പറയുന്നു. അവര് പറയുന്നത് ഞങ്ങളല്ല ഊരി വെച്ചതെന്ന്. പക്ഷെ ഫീസ് അവർ ഇവിടുന്ന് എടുത്തിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ഏകദേശം ഒരു 10-30,000 രൂപേന്റെ സാധനം പോയിട്ടുണ്ടാവും. കാരണം ഞങ്ങൾക്ക് കറണ്ട് ഇല്ലാത്ത സമയത്ത് ഫ്രീസർ തുറന്ന് കംപ്ലീറ്റ് സാധനം എടുത്ത് നോക്കാൻ പറ്റില്ല. മേളിലുള്ള സാധനം നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. ദിവ്യ ഇതുവരെയുള്ള മുഴുവൻ വൈദ്യുതി ബില്ലും അടച്ചിട്ടുണ്ട്. ഇത് KSEB അധികൃതർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ ഐസ്ക്രീം ഏജൻസിക്ക് സമീപത്തുള്ള സ്ഥാപനത്തിലെ ഫ്യൂസാണ് ബില്ലടയ്ക്കാത്തതിനെ തുടർന്ന് ഊരിയതെന്നും ബില്ലടച്ചപ്പോൾ വൈദ്യുതി പുനഃസ്ഥാപിച്ചെന്നും KSEB അധികൃതർ പറയുന്നു. ഐസ്ക്രീം ഏജൻസിയുടെ ഫ്യൂസ് ഊരിയത് ആരാണെന്നറിയില്ലെന്നാണ് KSEBയുടെ വിശദീകരണം. ദിവ്യയുടെ പരാതിയിൽ മുക്കം പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.